ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നുള്ളത് ലുലുവിലാട്ടോ. ലുലുവിൽ നമ്മൾ ഇതുവരെ ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിങ്ങിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇന്ന് അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എപ്പോഴും നമ്മൾ മന്ത്ലി വാങ്ങുന്നത് നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്റ്റോർ തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം വിചാരിച്ചു നമുക്ക് ലുലു പോയിട്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വാങ്ങാമെന്ന്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഇഫ്താറിൻ്റെ വിരുന്ന് ഒരുക്കിയിരുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് അവരെ മുന്നിൽ തന്നെ നോട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലുലുവിൽ ഇഫ്താറൊക്കെ ആഘോഷിക്കാൻ വരുന്നത് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കയറിക്കോളും. പിന്നെ നമ്മളൊരു ഹോം ഡെക്കേഴ്സ് ഉള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, ഇതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അടിപൊളി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ എന്താ പറയുക, കുറേ നാളേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിനെത്രയാന്ന് വെറുതെ കസ്? 2199. അത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതൊക്കെ ഒറിജിനലിന് ഇത്രയും പൈസ ഉണ്ടാവോ? നമ്മൾ വാൾ ഡെക്കേഴ്സ് ഒരുപാട് ഫ്രെയിംസ്, നല്ല ഭംഗിയുള്ള കുറേ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ വാൾ ഡെക്കേഴ്സായിട്ട് ഉപയോഗിക്കുന്ന പല ലൈറ്റിങ് അങ്ങനത്തെ കുറച്ച് സെറ്റപ്സൊക്കെ അവിടെ നല്ല രസം ഉണ്ടായിട്ട് അവർ ഓൾറെഡി വാളിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് മീൻസ് എളുപ്പമായിരിക്കും കുറച്ചും കൂടെ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ഉള്ള സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ലുലു എപ്പോഴും ഉള്ള പോലെ തന്നെ ഭയങ്കര തിരക്കായിട്ടുണ്ട്, നല്ല തിരക്കായിട്ട് കാണുന്നത്. നമ്മൾ വിചാരിച്ചു കുറച്ച് നേരത്തെ പോകുമ്പോൾ ഇത്തിരി തിരക്ക് കുറവായിരിക്കും. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു 6 മണി ആവാനായി, പക്ഷെ എന്നാലും കൂടെ കുറച്ച് തിരക്ക് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷെ നോ രക്ഷ, നല്ല തിരക്കായിരുന്നു കേട്ടോ. അഗേട്ടാ കേറുന്ന ഗേട്ടാ നിച്ചു വന്ന കേറ്റാവുന്നല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് ഹൈപ്പർ മാർക്കറ്റുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് നമ്മളെ റംദാനൊക്കെ അല്ലേ, ഇഫ്താർ മാസമാണല്ലോ, അപ്പം അവരൊരു മോസ്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇവിടെ എപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്ന ഏരിയ ആണ്. അവിടെയാണ് ഇവിടെ ക്രിസ്മസ് ആയാലും റംദാൻ ആയാലും എന്തായാലും ഇങ്ങനെ ഇതുപോലെ അവർ സെറ്റ് ചെയ്യാറുണ്ട്, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ വെച്ച് പിടിച്ചത് നേരെ അത് ഹൈപ്പർ മാർക്കറ്റിലാണ്. വേറെ എവിടെയും കറക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ എന്തൊരു തിരക്കാണ് അറിയോ. നമ്മൾ രാത്രിയൊക്കെ വരാറുണ്ട്, പക്ഷേ ഇത്രക്ക് തിരക്ക് ഇത്ര നേരത്തെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന മിക്ക ആൾക്കാരും ഇവിടെ നിന്ന് നോമ്പ് മുറിക്കുന്നുണ്ടാവും, അതായിരിക്കും എല്ലാവരും ഫുഡ് കോർട്ടിൽ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഫുഡ് കോർട്ടിൽ പോയിട്ട് മുറിക്കാൻ ഭയങ്കര ഈസിയാണ്. അതായത് അടിപൊളി ഫുഡൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിൽ ഇവിടെ കിട്ടാറുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. എല്ലാം ഒരു മാസത്തേക്കായിട്ട് എപ്പോഴും അങ്ങനെ വാങ്ങാറാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലൈഫിൽ പോകുമ്പോൾ കുറച്ച് ലാഭമായിട്ട് തോന്നുള്ളൂ. നമ്മൾ ഈ നമ്മൾ ഒരു 20 രൂപേൻ്റെ എന്താ പറയുക പേസ്റ്റ് വാങ്ങുവേ, അത് നമുക്കൊരു 1 മന്ത് പോലും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ എപ്പോഴും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം 4 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പല കാര്യങ്ങളും കുറച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട്
അങ്ങനെയാണ് ഞാനിവിടെ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് ഭയങ്കര എല്ലാ മാസവും നമുക്ക് ഈ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നത് കുറേ ലാഭിക്കാൻ പറ്റും. നമ്മൾ ഈ ഉള്ളി പച്ചക്കറിയൊന്നും നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി അധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക്, അത് ഏകദേശം ഞാൻ ഒരു 3-4 മാസത്തേക്ക് എങ്ങനെയെങ്കിലും ചില സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ കപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ 150 രൂപ അങ്ങനെയൊക്കെ വാങ്ങുന്ന കപ്പ് ആ റേഞ്ച് തന്നെയാണ് റേറ്റ് ഇവിടെ വന്നിട്ട്. ഇവിടെ മിക്ക സാധനങ്ങളും ചീപ്പ് റേറ്റ് തന്നെയാണ്, പക്ഷെ നോക്കിയെടുക്കണം എന്നേ ഉള്ളൂ. അതാണ് ഈ ലുലു മാളിലെ എല്ലാ റേറ്റിലെ സാധനങ്ങളുണ്ട്. ചെറിയ റേറ്റിലുണ്ട്, വലിയ റേറ്റിലുണ്ട്, എല്ലാം നമുക്ക് നോക്കിയെടുക്കണം. ആൻഡ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എപ്പോഴും ഷോപ്പ് ചെയ്യാൻ വരുന്നവർക്ക് അത് യൂസ് ടു ആയിരിക്കും. ഇനി നമ്മളെപ്പോലെ ഇങ്ങനെ വല്ലപ്പോഴും വരുന്നവർ കുറച്ച് നേരത്തെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഫാബ്രിക്കാണ്. നമ്മൾ ഈ ബ്ലൗസിലും ഒക്കെ മുത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗമ്മായിരുന്നു അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് ഞാൻ ലിസ്റ്റ് ഓൾറെഡി ഇട്ടതായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായിട്ട് ഞാൻ എഴുതിയോണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതങ്ങ് കാണുമ്പോൾ അങ്ങ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കുറേ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേഞ്ച് നല്ല ക്വാളിറ്റി റേഞ്ചാണ്. 500 അങ്ങനെയാണ്, 700 അങ്ങനെ റേഞ്ച് വരുന്നതാണ്. പിന്നെ കുറേ നാളെ ഒരു കാസറോൾ വാങ്ങണം വിചാരിക്കുന്നു. കാസറോൾ ഇല്ല വീട്ടിൽ, നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കും, അപ്പം തന്നെ പ്ലേറ്റ് ചെയ്യും, അപ്പം തന്നെ കഴിക്കും. അപ്പം ഈ പ്രാവശ്യം ഒരു കാസറോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു കാസറോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഇല്ല, ഓഫറെല്ലാം ചുമ്മാ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ബിസ്ക്കറ്റ് എടുത്തിടാവുന്നു. എത്രയാ നോക്കാം? 75ൻ്റെ ഷേപ്പ്. പിന്നെ അവിടെ മിക്ക സാധനങ്ങളും ഓഫർ റേറ്റ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കോടും ചോദിക്കുകയും പറയുകയൊന്നും വേണ്ട. നമുക്ക് ആ ഓഫർ റേറ്റ് വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങ് സാധനങ്ങൾ എടുത്താൽ മതി. അങ്ങനെ ഫ്രണ്ടിൽ ഓരോ സെക്ഷനിലായിട്ട് ഓരോ സാധനങ്ങൾ അവരങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. ജ്യൂസൊന്നും അങ്ങനെ വാങ്ങിയിട്ടേ ഇല്ല ഇതുവരെ വന്നിട്ട്. അപ്പം ഇവിടെ ഓഫറിൽ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ജ്യൂസ് വാങ്ങിയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ട്രോപ്പിക്കാനായിട്ടും അല്ല, റിയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നൈസായിരുന്നു. അങ്ങനെ ഓഫറിൽ മിക്ക സാധനങ്ങളും അങ്ങനെ ഓഫറിൽ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോൾ ഓഫറും കൂടെ നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓഫർ മിസ്സായി പോവും. അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇങ്ങനെ ഓഫർ വെച്ചെടുത്തുനിന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ലാഭമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് എല്ലാം കുറേ സാധനങ്ങൾ ഓഫറിലുണ്ടായിരുന്നു. ഗീ, പിന്നെന്താ ആട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിക്ക സാധനങ്ങൾ എടുക്കേണ്ടതായതുകൊണ്ട്, ലിസ്റ്റിലുള്ള സാധനങ്ങളായതുകൊണ്ട് അതൊക്കെ ഓഫർ നോക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പാലപ്പത്തിൻ്റെ പാക്കറ്റായിട്ടോ. അതായത് നമ്മൾ അരി അരച്ചും പൊതിർത്തിയും അങ്ങനെയൊന്നും വെക്കാണ്ട് ഈസി പാലപ്പം ഒരു മിക്സ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടല്ലേ, അപ്പോൾ രസ്ന എടുക്കാമെന്ന് വിചാരിച്ചു. മീൻസ് ആരെങ്കിലും വന്നാൽ മാത്രം. ഇവിടെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റോറിൽ നിന്ന് വെക്കുന്ന ഒരു സാധനം കേട്ടോ. സ്ട്രാറ്റജി ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ വേറെ കുറച്ച് പൊടികൾ എടുക്കാനുണ്ടായിരുന്നു, റവ അങ്ങനത്തെ കുറച്ച് പൊടികൾ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ മസാലപ്പൊടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ എനിക്ക് വേണ്ടതാകെ ചിക്കൻ മസാല മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓഫറിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇത് മസാല കൗണ്ടേഴ്സ് ഒന്നുമല്ല, പക്ഷെ അത് ഓഫറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത് ആ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പം അവിടെ നിന്ന് മാക്സിമം വേണ്ടതൊക്കെ എടുത്തിട്ടാണ് ഇതുപോലത്തെ ഇങ്ങനത്തെ എവിടെയാണോ അതിൻ്റേതായ സാധനങ്ങൾ ഇരിക്കുന്നത് അതിന് ശേഷമാണ് അവിടത്തേക്ക് പോയിട്ടുണ്ടായത്.
പിന്നെ നമുക്ക് കുറച്ച് അധികം സാധനം എടുക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ, അതായത് ഇപ്പം ഇതുപോലത്തെ ഹിറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുറേ കൂറയൊന്നുമില്ല, പക്ഷേ 2 കൂറയുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ കൂടുതലല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലിക്വിഡ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ആദ്യം ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫറിൽ കിട്ടിയപ്പോൾ തന്നെ അത് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കോച്ച് ബ്രിഡ്ജിൻ്റെ സ്പോഞ്ച് തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് ക്വാളിറ്റി, അതായിരിക്കും കുറച്ച് കാലം നിൽക്കുക. ഞാൻ ആദ്യം അത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് അതായിരുന്നു നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ഒരു സ്മെല്ല് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്മെല്ല് ഏതാണ്, അവിടെ ഓൾറെഡി ഒരു സ്മെല്ല് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ ഏതൊക്കെയോ നോക്കി അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അരി ഒരു 5 കിലോ അങ്ങനെ ബൾക്കായിട്ട് അങ്ങ് വാങ്ങി. അത് ബ്രൗൺ റൈസായിട്ടോ വാങ്ങിയത്, അതങ്ങനെ വാങ്ങി. പിന്നെ ഇതുപോലത്തെ അരി എടുക്കണം. എന്താ വേണ്ടേ? ആ ഓ അങ്ങനെയല്ലേ, എടുത്തോ. സ്പൈസി മതി. ലെഗ് പീസ് ആയിട്ട് വേണോ അല്ലെങ്കിൽ സാധാരണ സ്പൈസി വിങ്സ് 90 rupees. ഏകദേശം പർച്ചേസ് അകത്തുള്ള കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ കുക്ക് ചെയ്യാത്ത, അതായത് മസാലയൊക്കെ പുരട്ടി വെച്ചതും വെക്കാത്തതുമായ എല്ലാ ചിക്കൻ ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കൻ എന്ന് വെച്ചാൽ മീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. കാട, ചിക്കൻ, താറാവ്, പിന്നെ നമ്മൾ മട്ടൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ താറാവ് കേട്ടോ, അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങ് മുതൽ അങ്ങ് വരെയുണ്ട്. അവിടെ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു ഇവിടുന്ന്, അതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചിക്കൻ്റെ സെക്ഷൻ, അതായത് മട്ടൻ, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു ആവശ്യത്തിന്. നമ്മൾ കുക്ക് ചെയ്യാത്ത, അതായത് മസാല പുരട്ടി വെക്കാത്ത ചിക്കനായിരുന്നു എടുത്തിരുന്നത്, അല്ലാണ്ട് വേറൊന്നും എടുത്തിരുന്നില്ല. അവിടെയും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പല കാര്യങ്ങൾക്കും. പിന്നെ നമ്മളെ മട്ടനാണ് അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഡക്കാണ്. അതാ മട്ടൻ അവർ പറയും, നമ്മൾ എത്ര കിലോ വേണം അതനുസരിച്ച് അവർ നമുക്ക് സ്ലൈസ് ചെയ്ത് തരുകയും ചെയ്യും അവിടെ നിന്ന്. ഇപ്പോൾ ഈ താറാവ് വാങ്ങിച്ചാലും അത് ചിലപ്പോൾ അവിടെ നിന്ന് അവർ സ്ലൈസ് ചെയ്ത് തരും, എന്തായിട്ടും പറഞ്ഞാൽ മതി അവരോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുൾ ഈ മാള് മീൻസ് ഹൈപ്പർ മാർക്കറ്റ് തീരണമെങ്കിൽ തന്നെ വലിയൊരു സെക്ഷനല്ലേ. ഒരു സോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അധികം ബോട്ടിൽസ് ഒന്നും എടുക്കാറില്ല. ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാക്കറ്റ്സാണ് നമ്മൾ എടുക്കാറ് കൂടുതലും. അതാകുമ്പോൾ പ്ലാസ്റ്റിക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും, അത് ആ സമയം ഡിസ്പോസ് ചെയ്താൽ മതി. പക്ഷേ ബോട്ടിൽസ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പേസ്ട്രീസിൻ്റെ സെക്ഷൻ പോയിട്ട് ഒരു പേസ്ട്രി എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായി കഴിച്ചിട്ട്, അതുകൊണ്ട് അഗിയേട്ടന് ഭയങ്കര ആഗ്രഹം അത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് കഴിക്കണമെന്ന്. അതുകൊണ്ട് ഒരു ഓഫറിലുണ്ടായപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലെത്തി. ഒരുപാട് 30 കൗണ്ടേഴ്സായിട്ടുണ്ട് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. ഒരു 6:30 സമയം, ഇപ്പം ഒരു 7 മണി അങ്ങനെ എത്രയോ ആയി. അപ്പം എല്ലാവർക്കും നോമ്പ് കുറിക്കേണ്ട സമയം എല്ലാം കൂടി ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വേഗം എന്നിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്ലോ ആയിരുന്നു ആദ്യമൊക്കെ. അതായത് ഓരോ സെക്ഷനിലെ ആൾക്കാരെ പോലെ ഇരിക്കും അവിടുത്തെ ബില്ലിങ്. നമ്മളെത്തിയപ്പോഴത്തേക്ക് നല്ല സ്ലോ ആയിരുന്നു അവിടുത്തെ സെക്ഷൻ. പിന്നെ ഫാസ്റ്റായപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കവറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതിലത്തെ കവറിൽ തന്നെ ഇട്ട്, കവറിനും വേറെ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കവർ എടുക്കുന്നതാണ്, വെറുതെ എന്തിനാ കവർ കൂട്ടി വെക്കുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ കവറിലെല്ലാം പാക്ക് ചെയ്തു. നേരെ മെട്രോയിലേക്ക് വന്നിട്ട് കാർഡുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം ഈസി ആയിട്ട് വരാൻ പറ്റും.
അത്യാവശ്യം തിരക്കുണ്ടായിരുന്നില്ല മെട്രോൻ്റെ, കാരണം എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ ഒരു 5 മിനിറ്റ് കാത്തുക്കണ്ടായിരുന്നു മെട്രോന്. അങ്ങനെ വേഗം ഉള്ളിൽ കയറി ഇരുന്ന് സീറ്റ് കിട്ടി കേട്ടോ. മുന്നോട്ടേക്ക് നിന്നാൽ മിക്കപ്പോഴും വേഗം സീറ്റ് ഇട്ടാറുണ്ട്, പുറകോട്ടേക്കോ അല്ലെങ്കിൽ നടുക്കോട്ടോ ഒന്നും തീരെ സീറ്റ് ഇട്ടാറില്ല. അങ്ങനെ മെട്രോയിൽ കയറി തൊട്ടതാ ഫുൾ കാലിയായിരുന്നു, മുന്നോട്ടുള്ള സീറ്റൊക്കെ മുഴുവനും കാലിയായിരുന്നു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് വൈറ്റിലെത്തി കേട്ടോ. വൈറ്റിലെത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് സമയമുണ്ട് ലുലുന്ന്. ബസ്സിന് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ എത്തും, പക്ഷേ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബസ്സിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഊബർ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വൈറ്റിലെത്തി അല്ലേ കേട്ടോ. മൂവിങ് ആപ്പ് സാധനങ്ങൾ ഓടിക്കാൻ പറ്റാം. Door is closing. Moving down. അപ്പം നമ്മൾ മാളിൽ പോയിട്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ വിട്ടു പോയിട്ടുണ്ട്. ഇത് എന്താ പറയുക, നമ്മളെ മന്ത്ലി പർച്ചേസാണ് ഇതൊക്കെ. ഇത് മന്ത്ലി ആയാലും ഇതൊക്കെ നമുക്ക് ഓഫറിൽ അടിപൊളിയായിട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ഗോതമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പാക്കറ്റ് 5 കിലോൻ്റെ ഈ ഒരു പാക്കറ്റ് വാങ്ങിയത്. വേർത്തായിട്ട് തോന്നി. മിക്ക സാധനങ്ങളും ഓഫറിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. അത് ഇത് എല്ലാം അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത്. ആൻഡ് ഇതൊക്കെ നല്ല അടിപൊളി നമ്മളെ വൈപ്പാണ് കേട്ടോ, സ്പോഞ്ച് വൈപ്പ്. നമ്മളെ ഇത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സ്പോഞ്ച് വൈപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു 65 രൂപേൻ്റെ ഒരു 5 പൊറോട്ട വരുന്ന ഒരു പാക്കും പിന്നെ 90 രൂപക്ക് 4 വിങ്സും വരുന്ന ഒരു പാക്കും വാങ്ങി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പാക്കായിരുന്നു ആ 2 സംഭവങ്ങളുള്ളത്. അതായത് ഈ പൊറോട്ടേൻ്റെയും നമ്മളെ ചില്ലി എന്താണ് തന്തൂരി ചിക്കൻ്റെ ഒരു 90 രൂപേൻ്റെ 4 പീസ് ഉള്ളതാണ്. അടിപൊളി 165 രൂപക്ക് നമ്മൾ ലാഭമാക്കിയിട്ടുണ്ട്. അപ്പം അല്ല 155 രൂപക്ക് നമ്മൾ ലാഭമാക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ്. ഡിന്നറൊക്കെ സൂപ്പറായി. അപ്പം എന്താ പെട്ടെന്ന് തീരുമാനിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചടപടയിൽ പർച്ചേസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ഇറ്റ്സ് സുൽത്താൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.